നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവശക്തിയായ പാകിസ്ഥാൻ, എന്തിനും പോന്ന പോരാളികളല്ലാതെ മറ്റൊന്നുമല്ലാത്ത താലിബാൻ. പഴയ അഫ്ഗാൻ സൈനികർ വിട്ടിട്ടുപോയ ആയുധങ്ങളിൽ പകുതിയും എവിടെ പോയെന്ന് താലിബാനും അറിയില്ല. അതിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രയോഗിക്കാനുള്ള പരിശീലനമില്ല. അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ടുമില്ല. ഈ രണ്ടു കൂട്ടരും തമ്മിലെ യുദ്ധത്തിൽ പക്ഷേ പാകിസ്ഥാനാണ് ആദ്യം പിൻവാങ്ങിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ. ഇരുകൂട്ടരും തമ്മിലെ പോരിനും ശത്രുതയ്ക്കും ഒരുപാട് കാലപ്പഴക്കമുണ്ട്. അത് അത്ര പെട്ടെന്ന് അവസാനിക്കുകയുമില്ല. യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്ക് ചൈന സംശയിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. താലിബാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഈ സംശയത്തിനും ഒരു കാരണമായിരുന്നിരിക്കണം. സന്ദർശനം പക്ഷേ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയെന്ന് വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാൻ ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. അഫ്ഗാൻ പാക് അതിർത്തിയിൽ നടന്ന പോരാട്ടത്തിൽ 5 സൈനികർക്ക് ജീവൻ നഷ്ടമായതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. 25 ഭീകരർക്കും മരണം സംഭവിച്ചു. തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന കുറം ജില്ലയിലും വടക്കേ വസീറിസ്ഥാൻ ജില്ലയിലും താലിബാൻ ഭീകരർ കടന്നുകയറാൻ ശ്രമിച്ചെന്നും തടുക്കുന്നതിനിടെയാണ് സൈനികർക്കടക്കം ജീവൻ നഷ്ടമായത് എന്നുമാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. തുർക്കിയിലെ ഇസ്താംബൂളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ച നടന്നതിന് പിന്നാലെയാണ് ആക്രമണം. സ്വന്തം മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ഭീകരതയെ ചോദ്യം ചെയ്യുന്നതാണ് താലിബാൻ നടത്തുന്ന കടന്നുകയറ്റമെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കി. എന്നാൽ തങ്ങൾ പാകിസ്ഥാനുമായി വീണ്ടും ഏറ്റുമുട്ടിയെന്ന് താലിബാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും പാകിസ്ഥാൻ നിരന്തരം വ്യോമാക്രമണങ്ങളിലൂടെ അഫ്ഗാന്റെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നെന്ന് താലിബാൻ ആരോപിച്ചു. ഈ മാസം ആദ്യം മുതൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇടപെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഇസ്താംബൂളിൽ ശനിയാഴ്ച എത്തി ചർച്ച നടത്തിയിരുന്നു. ഇസ്താംബൂളിലെ ചർച്ചയിലെ തീരുമാനം തകർന്നാൽ അഫ്ഗാനുമായി പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം തനിക്ക് വളരെ പെട്ടെന്ന് തീർപ്പാക്കാൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ തുർക്കിയിലെ ഇസ്താംബൂളിൽ ചർച്ച തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശം. ഈ ചർച്ചയിൽ പരിഹാരം ഉരുത്തിരിഞ്ഞില്ലെങ്കിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. ആസിയാൻ ഉച്ചകോടിയിലെത്തിയ ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പാക് അഫ്ഗാൻ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് സൂചിപ്പിച്ചത്. തായ്ലാന്റ്, കംബോഡിയ സമാധാന കരാർ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ എത്തിയതായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിൽ മികച്ച നേതാക്കളുണ്ടെന്ന് ട്രംപ് പ്രസ്താവിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടി നൽകുക മാത്രമാണ് തങ്ങളെന്ന് അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കുകയാണ് തങ്ങളെന്നും പാകിസ്ഥാനും വാദിക്കുന്നു. പാക് മണ്ണിലേക്ക് താലിബാൻ ഫണ്ടിങ്ങോടെ തീവ്രവാദം എത്തുന്നുണ്ടെന്നാണ് പാകിസ്ഥാന്റെ വാദം. നിരവധി ആക്രമണങ്ങൾ പാക് സൈന്യത്തിന് നേർക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നു വരികയായിരുന്നു. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ കാബൂൾ അടക്കമുള്ള മേഖലകളിലും ആക്രമണങ്ങൾ നടത്തി. 2ാം ഘട്ട സംഭാഷണങ്ങളാണ് ഇസ്താംബൂളിൽ വെച്ച് നടക്കുന്നത്. ഈ മാസം ആദ്യം ദോഹയിൽ വെച്ച് ആദ്യഘട്ട ചർച്ച നടന്നിരുന്നു. ഇതിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായെങ്കിലും അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. സംഘർഷം വീണ്ടും തുടർന്നു. ഇതേ തുടർന്നാണ് 2ാം ഘട്ട ചർച്ചകൾ ശനിയാഴ്ച ഇസ്താംബൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അതത്ര ഫലപ്രദമായിട്ടില്ല. അൽഖ്വയ്ദ പോലുള്ള സായുധ ഗ്രൂപ്പുകൾ വീണ്ടും ഉയർന്നു വരാൻ ശ്രമിക്കുന്ന സാഹചര്യം ലോകത്തെ ആകെ ആശങ്കയിലാക്കുന്നുണ്ട്. ആക്രമണങ്ങൾക്കായി പാക് അതിർത്തി കടക്കുന്ന തീവ്രവാദികൾക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ കണ്ണടക്കുകയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം തങ്ങൾ നടത്തുന്നില്ലെന്ന് താലിബാൻ പറയുന്നു. അതിർത്തിയിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ലെന്നും തീവ്രവാദികളെയും അവരുടെ ഒളിത്താവളങ്ങളെയുമാണ് ആക്രമിക്കുന്നതെന്നും പാകിസ്ഥാൻ പറയുന്നു. തൽക്കാലം ശാന്തമാണ്, പക്ഷെ അത്ര സുഖകരമല്ലാത്ത ശാന്തതയാണ്. പാക് അഫ്ഗാൻ വെടിനിർത്തലിന് ശേഷം അതായിരുന്നു അവസ്ഥ. യുദ്ധം തുടങ്ങി 15-ാം തീയതി യുദ്ധവിമാനങ്ങൾ വരെ ഇറക്കി പാകിസ്ഥാൻ. ഇതൊന്നുമില്ലാത്ത താലിബാൻ പക്ഷേ പേടിച്ചോടിയ പാക് സൈനികരുടെ ട്രൗസറുകളും തോക്കുകളും ഉയർത്തിപ്പിടിച്ച് ആഘോഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. തങ്ങളാണ് മുന്നിട്ട് നിന്നത് എന്ന് ഇരുകൂട്ടരും വാദിച്ചു. പക്ഷെ സത്യം വ്യക്തമല്ല. പാകിസ്ഥാൻ വെടിനിർത്താൻ അഭ്യർത്ഥിച്ചുവെന്ന് അഫ്ഗാനിസ്ഥാനും അല്ല മറിച്ചാണെന്ന് പാകിസ്ഥാനും വാദിച്ചു.
മധ്യസ്ഥനുണ്ടായിരുന്നു എന്നത് ഇരുകൂട്ടരും അംഗീകരിച്ചുമില്ല. ഖത്തറിന്റെയും സൗദിയുടെയും പേര് പറഞ്ഞു കേട്ടെങ്കിലും 1893 നിലവിൽ വന്ന ഡ്യൂറന്റ് ലൈനിന് ഇരുവശത്തും പണ്ടേ മുതൽ സംഘർഷമാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അന്ന് വരച്ച വരയാണത്. അന്നേ അഫ്ഗാനിസ്ഥാൻ അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ആ മേഖലയിലെ താമസക്കാരായ പഷ്തൂണുകളുടെ എതിർപ്പാണ് ഒരു കാരണം. തങ്ങൾ അതിർത്തിക്കപ്പുറവും ഇപ്പുറവും ആയി പോകുമെന്ന് അവർ വാദിച്ചു. എതിർപ്പുകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വകവെച്ചില്ല. അതിർത്തി നിലവിൽ വന്നു. അഫ്ഗാനിസ്ഥാനിലെ ബ്രിട്ടീഷ് പക്ഷക്കാരായ എമീർ അത് അംഗീകരിച്ചു. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ പിന്നീട് വന്ന സർക്കാരുകൾ അതൊരിക്കലും അംഗീകരിച്ചില്ല. കൊളോണിയൽ കാലത്തെ ധാരണയെന്ന പേരിൽ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ സംഘർഷം ഒരിക്കലും അവസാനിച്ചില്ല. പഷ്തൂണുകളുടെ അതൃപ്തി ഇടയ്ക്കിടെ പൊട്ടിത്തെറിച്ചു. അതുമാത്രമായിരുന്നില്ല, സാമ്രാജ്യങ്ങൾ തമ്മിലെ നിഴൽ യുദ്ധത്തിലും ഡ്യൂറന്റ് ലൈൻ കഥാപാത്രമായി. പോരാത്തതിന് നുഴഞ്ഞുകയറ്റവും ആക്രമണങ്ങളും പാകിസ്ഥാന് തലവേദനയായി. അതിന്റെ പിന്നിൽ പാക് താലിബാൻ, അതായത് തെഹ്രീക്ക് ഇ താലിബാൻ ആണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അഫ്ഗാനിസ്ഥാനാണ് TTP നേതാക്കളുടെ ആസ്ഥാനം. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ ഗോത്ര മേഖലയിലുള്ളവരാണ് TTP അംഗങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ നുഴഞ്ഞുകയറ്റങ്ങളും ആക്രമണങ്ങളും അവസാനിക്കുമെന്ന് വിചാരിച്ചു പാകിസ്ഥാൻ. പക്ഷേ അതുണ്ടായില്ല. അതിർത്തി മേഖലയിൽ സ്വയംഭരണം പുനഃസ്ഥാപിക്കുന്നതുവരെ പോരാടുമെന്നാണ് TTPയുടെ നിലപാട്. TTPയുമായി താലിബാൻ കൊമ്പുകോർക്കില്ല. അവർ ഒരർത്ഥത്തിൽ സഖ്യകക്ഷികളാണ്. TTPയുമായി സംഘർഷമുണ്ടായാൽ അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഗൊറേസിന് വളമാകുന്നുവെന്ന് താലിബാൻ കരുതുന്നു. പാക് അഫ്ഗാൻ അതിർത്തിയിൽ IS-നെ പോറ്റി വളർത്തുന്നതും പാക് സൈന്യമാണെന്നാണ് താലിബാന്റെ ആരോപണം. സൈനിക ശക്തി കൂടുതൽ പാകിസ്ഥാനാണെങ്കിലും വൻ ശക്തിയായ അമേരിക്കയെ പോലും പിന്നോട്ടടിച്ച ശക്തി എന്ന ആത്മവിശ്വാസം താലിബാന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയപ്പോഴാണ് പാകിസ്ഥാനുമായി യുദ്ധം രൂക്ഷമായത്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നതിലെ അനിഷ്ടം പാകിസ്ഥാനുണ്ട്. താലിബാനും ചില തുറുപ്പുചീട്ടുകൾ ഉണ്ടെന്നാണ് ഒരു പക്ഷം. പാകിസ്ഥാനിലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് താലിബാനോട് താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഒരു യുദ്ധത്തിൽ അവർക്ക് താല്പര്യമില്ല. പ്രശ്നത്തിന് പല തലകളുണ്ടെന്ന് ചുരുക്കം. തൽക്കാലം അവസാനിച്ചെങ്കിലും പൊട്ടിത്തെറികൾ ഇനിയും പ്രതീക്ഷിക്കണം. ഒരു യുദ്ധം രണ്ടു കൂട്ടർക്കും താങ്ങാവുന്നതല്ലെങ്കിൽ പോലും, കാരണം അത് യുദ്ധമാണ്. ഏതായാലും എന്തായിരിക്കും പാക് അഫ്ഗാൻ സംഘർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ പല രാജ്യങ്ങൾക്കുമുണ്ട്. കാരണം ഇത് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്.